നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒത്തിരി പവർഫുള്ളായ വരാഹി അമ്മനോട് ഒരു മന്ത്രത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. ഈ മന്ത്രത്തെ യാതൊരു കെട്ടുപാടും ഇല്ലാതെ സാധാരണമായിട്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ശരിയാ? ഏത് റൂൾസും ഇല്ല. ഇപ്പോൾ പീരീഡ്സ് ടൈം എന്നോ നോൺ വെജ് കഴിച്ചു എന്നോ അങ്ങനെ ഒരു പ്രോബ്ലവും ഇല്ല. ഇത് എത്ര തവണ ചൊല്ലണമെന്ന് ചോദിച്ചാൽ കുറഞ്ഞത് ഒരു 5 തവണ ചൊല്ലിക്കോളുക. 5 ടൈംസ്. 5 ടൈംസിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 5000 ടൈംസ് വരെ ചൊല്ലാവുന്നതാണ്. അതായത് 5 തവണയിൽ നിന്ന് നിങ്ങൾക്ക് 5000 തവണ വരെ ചൊല്ലാം. നിങ്ങൾക്ക് പറ്റുന്ന അതുവരെ ചൊല്ലിക്കൊള്ളുക. ചൊല്ലും തോറുമാണ് ഇതിൻ്റെ പവർ ഒത്തിരി വേല ചെയ്തിട്ടേയിരിക്കും. പിന്നെ വേറൊന്ന് എന്താ വെച്ചാൽ ഈ മന്ത്രം വന്നിട്ട് നമ്മൾ സാധാരണമായിട്ട് പറഞ്ഞാലേ ഫലിക്കും. ചുമ്മാ പറഞ്ഞാലേ തന്നെ ചോദിക്കുന്ന വിഷയം വന്ന് നമുക്ക് നടന്നു കിട്ടും. ഏതിനൊക്കെ ഈ മന്ത്രം വന്നിട്ട് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മുഖ്യമായ ഏതെങ്കിലും ഒരു വിഷയം നടക്കണച്ചാൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വജ്രഘോഷം വന്നിട്ട് പലതരത്തിലും ഉപയോഗിക്കുമില്ലേ? വജ്രഘോഷം, അപരാജിത, ദണ്ഡനാഥ, ഇതെല്ലാം വന്നിട്ട് അമ്മനോടെ പവർഫുൾ ആയിട്ടുള്ള നാമങ്ങൾ. ഇത് നമ്മൾ പല പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ഏത് തരത്തില് അത് വർക്ക് ചെയ്ത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് നമ്മുടെ ചാനല് ഫോളോ ചെയ്ത് വരുന്നവർക്ക് അറിയാം. സോ അതുപോലെ വജ്രഘോഷത്തിന് ഈക്വലായ പവർ കൊടുക്കുന്നത് അതാണ് ഈ മന്ത്രം. വരാഹി അമ്മനോടെ മന്ത്രം, പഞ്ചമി ദേവിയോടെ മന്ത്രം. ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണേലും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അമ്മനക്ക് പൂജ ഡെയിലി ചെയ്യുന്നവരാണെങ്കിൽ ഡെയിലിയും ചെയ്തോളുക. ഇനി പഞ്ചമിയിൽ മാത്രമാണ് അമ്മനക്ക് പൂജ ചെയ്യുന്നവരാണെങ്കിൽ, അങ്ങനെയുള്ളവരുണ്ട്, അത് എങ്കിലും പഞ്ചമിയിൽ ചെയ്തോളുക. നിങ്ങൾ ഡെയിലി ചെയ്യുന്നവരാണെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളുക. അല്ലെങ്കിൽ പഞ്ചമിക്ക് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളവരാണെങ്കിൽ അതും ഓക്കെ തന്നെ, നിങ്ങൾ അത് ആ ടൈമിന് ചെയ്തോളുക. അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിന് നോക്കി സൗകര്യാർത്ഥം ചെയ്യുക. ശരിയാ? അമ്മനക്ക് വിളക്കേറ്റി വെക്കുമ്പോൾ നിങ്ങൾ ഈ മന്ത്രം കൂടെ ചൊല്ലിക്കൊള്ളുക. അത് ചൊല്ലുമ്പോൾ ഏത് കാര്യമായിരുന്നാലും അത് ഓട്ടോമാറ്റിക്കലി നടക്കും എന്ന ഒന്ന് ഇതിലിരിക്കുന്നുണ്ട്. ഈ മന്ത്രത്തെ എങ്ങനെ ചൊല്ലണമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക. വരാഹി അമ്മനോട് അരുൾ കിട്ടുന്നതിനായിട്ട് തീർച്ചയായും നിങ്ങളിത് പറ്റുമ്പോഴൊക്കെ ചൊല്ലിക്കോളുക. ഇത് നോക്കൂ, ഇതാണ് മന്ത്രം. ഹം ക്ലീം പഞ്ചമി വരവര, ഗുരു ഹം ബ്രം പഞ്ചമി വരവര, ഷഡ് ഹം ശ്രീം വരാഹി പഞ്ചമി വരവര. ഹം ക്ലീം പഞ്ചമി വരവര, ഗുരു ഹം ബ്രം പഞ്ചമി വരവര, ഷഡ് ഹം ശ്രീം വരാഹി പഞ്ചമി വരവര, ഹം ക്ലീം പഞ്ചമി വരവര, ഗുരു ഹം ബ്രം പഞ്ചമി വരവര, ഷഡ് ഹം ശ്രീം വരാഹി പഞ്ചമി വരവര. ഹം ക്ലീം പഞ്ചമി വരവര, ഗുരു ഹം ബ്രം പഞ്ചമി വരവര, ഷഡ് ഹം ശ്രീം വരാഹി പഞ്ചമി വരവര. ഹം ക്ലീം പഞ്ചമി വരവര, ഗുരു ഹം ബ്രം പഞ്ചമി വരവര, ഷഡ് ഹം ശ്രീം വരാഹി പഞ്ചമി വരവര. ഇത്രയേ ഉള്ളൂ. മന്ത്രം ഒത്തിരി ഈസിയാണ്. ഒരു 5 ടൈംസ് ചൊല്ലിയാലേ മതി. ഇത് വന്നിട്ട് ഇന്നൊരു മുറയായിട്ടും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്.
ഏതോ ഒരു മുഖ്യ വിഷയം നടക്കണമെന്ന് വിചാരിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടേ ഇരിക്കുന്നു. ആ സമയത്ത് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലിക്കൊള്ളുക. മാത്രമല്ല ഈ മന്ത്രം എഴുതുകയുമാവാം. കുറഞ്ഞത് 5 ടൈംസ്. ശരിയാ? ശ്രീരാമജയം നമ്മൾ എഴുതൂല്ലേ, അതുപോലെ. അതല്ലാച്ചാല് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ ചെയ്യുക, ഇല്ലെങ്കിൽ കോവിലിൽ പോയിരുന്നിട്ടും നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ്, എഴുതാവുന്നതാണ്. വീട്ടിലോ കോവിലിലോ ഏതോ, അത് നിങ്ങൾക്ക് എന്ത് വേണോ യോജിച്ചത് നോക്കി ചെയ്തോളുക. ഇത് വന്നിട്ട് നിങ്ങൾക്ക് പഞ്ചമി തിഥിയിലും ചെയ്യാം, നിങ്ങളുടെ സൗകര്യം പോലെ. ഇപ്പോൾ ഇന്നേലിരുന്ന് സ്റ്റാർട്ട് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം മാത്രമാണ്. ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, ഇതിനി പഞ്ചമി തിഥിയിൽ മാത്രം ചെയ്താൽ മതിയോ എന്ന്. ഒരു ഡൗട്ടും വേണ്ട. പഞ്ചമി തിഥിയിൽ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഉടൻ ബലം എന്നതാണ്. ബട്ട് ഒരു ചില വിഷയങ്ങൾക്ക് അമ്മനോട് അനുവാദത്തോടെ അമ്മനെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഇത് ചൊല്ലുമ്പോൾ അതിന് പെട്ടെന്ന് തന്നെ ബലം കിട്ടും. ഇപ്പൊ പഞ്ചമി തന്നെ ചെയ്യണമെന്നൊന്നും ഇല്ല. വജ്രഘോഷം പോലെ കയ്യിന്മേൽ ബലം തരുന്ന ഒരു മന്ത്രമാണ് ഇതും. എമർജൻസി പർപ്പസിനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ അത്രയ്ക്കും ചൂഴ്നിലയിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ നിൽക്കുന്ന ഇടത്തിൽ അങ്ങ് ഇരുന്നിട്ട് ചെയ്തോളുക, ഒന്നും പ്രശ്നമില്ല. വരാഹി അമ്മനിക്കെന്നേ ഉള്ളത്, പഞ്ചമി ദേവിക്കെന്നേ ഉള്ള മഹാമന്ത്രമാണിത്. പഞ്ചമി ദേവിക്ക് മുന്നേ നമ്മൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മനോടെ അരുള് പൂർണ്ണമായും നമുക്ക് കിട്ടും. അതിനാല് നിങ്ങൾ ഏത് കഷ്ടപ്പെട്ട സിറ്റുവേഷനിൽ ഇരുന്നാലും ശരി, അതല്ല എപ്പോൾ ചൊല്ലണമെന്ന് കരുതിയാലും നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. നന്നായിട്ട് നിങ്ങൾ യൂസ് ചെയ്തോളുക. ഇന്നു തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളുക. ഏത് വിഷയം നടക്കണമെന്ന് മനസ്സിൽ ഫസ്റ്റ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തിട്ട് മന്ത്രം ചൊല്ലി തുടങ്ങിക്കോളുക. ചൊല്ലണം മാത്രമല്ല, എഴുതുന്നതും ഇരട്ടി ഇരട്ടി ബലം നിങ്ങൾക്ക് കൊണ്ടത്തരും. എങ്ങനെ വേണേലും നിങ്ങൾ ചെയ്തോളുക, ബട്ട് മറക്കാതെ ചെയ്യണം എന്നേ ഉള്ളൂ. ഇത് വന്നിട്ട് ഡെയിലി വേണേലും ചൊല്ലാം. എത്ര പ്രശ്നം ഇരുന്നാലും മനസ്സ് വിട്ട് വിശ്വാസത്തോടെ അമ്മ കിട്ട നിങ്ങൾ, അമ്മേ എൻ്റെ കൂടെ അമ്മ ഇരിക്കുന്നു എന്നതിനാലെ, ആ ഒരു വിശ്വാസത്തിനാലെയാണ് ഞാനിത് ചെയ്യുന്നത്, എന്നെ കൈവിടരുതേ എന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് ചെയ്തോളുക. വിശ്വാസത്തോടെ ചെയ്തു നോക്കൂ, ഉടൻ ബലം നിങ്ങൾക്ക് ഉറപ്പാണ്. ഏത് വിഷയമായിരുന്നാലും ഭയപ്പെടാതെ നിങ്ങൾ വിശ്വാസത്തോടെ ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെ ബലം നിങ്ങൾക്ക് അത്രയും സിൻസിയറായിട്ട് കിട്ടിയിരിക്കും. കോവിലിൽ പോയി ചെയ്യുകയോ അതല്ല വരാഹി അമ്മനക്ക് മുന്നേ വീട്ടിൽ ചെയ്യുകയോ വരാഹി അമ്മനോട് കോവിലിൽ പോയി ചെയ്യുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണേലും ചെയ്യാവുന്നതാണ്. പോകുമ്പോൾ കോവിലിലാണ് പോകുന്നതിൽ നിങ്ങളൊരു നോട്ട് ബുക്ക് കൂടെ എടുത്തോളുക എഴുതാനായിട്ട്. ശരിയാ? ആദ്യം ചൊല്ലിയിട്ട് അമ്മയ്ക്ക് എഴുതി പ്രാർത്ഥിച്ചോളുക. മറക്കരുത്, കുറഞ്ഞത് വന്നിട്ട് ഒരു 5 ടൈംസ്. അതിനു മേലെ നിങ്ങൾക്ക് എത്ര ടൈം ഇരിക്കുന്നോ എത്രയും കൂടുതൽ നിങ്ങൾക്ക് അത്രയും ടൈംസ് നിങ്ങൾ ചൊല്ലിക്കൊള്ളുക. കാരണം ഒത്തിരി ടൈംസ് ചൊല്ലും തോറും അതിൻ്റെ പവർ വന്നിട്ട് ഇരട്ടിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ, ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളുക, ഒന്നും പ്രശ്നമില്ല. ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് പിടിച്ചിരിക്കുന്നു കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളുക. പതിവ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും, മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങളിരിക്കുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഒരു ചില അറിവുകൾ 4 പേരിലെത്തി അവർ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഫലം കിട്ടുന്നു എന്നത് നമുക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. ശരിയാ? അപ്പോൾ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.